എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LG ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ഒരു PCB ആണ്. അപ്പോൾ ഇത് നല്ല ഡാമേജസ് ആയിട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല ഡാമേജസ് ആയിട്ട് വന്നിരിക്കുന്ന PCB ആണ്. കാര്യം ഇതിൻ്റെ STR മൊഡ്യൂള്, ഇവിടെ ഇരിക്കുന്ന സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന STR മൊഡ്യൂള് നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അതാണ്ട് കണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ടോ കപ്ലറും പൊട്ടിത്തെറിച്ച്, അതിൻ്റെ മേളത്തെ ക്യാപ്പ് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറല്ല ചോപ്പറിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ കാണാമല്ലോ, ബേണായിട്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ സൈഡിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സൈഡിലെ ഈ ബ്ലാക്ക്, അതായത് ഇതിൻ്റെ കോയിൽ കത്തിയിട്ടുള്ള ഇതാണ്. അപ്പം നല്ല ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഡാമേജസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, പവർ സപ്ലൈ സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു 1 ohm റെസിസ്റ്റൻസ് ഉണ്ട്, അതും പോയിട്ടുണ്ട്. ഇത് പിന്നെ ഈ ഒരു STR പോയിട്ടുണ്ട്, ഇവിടുത്തെ ഒപ്റ്റോ കപ്ലർ പോയി, ചോപ്പർ ട്രാൻസ്ഫോമറും പോയിട്ട്. ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സ്വിച്ചിങ് IC STR സ്വിച്ചിങ് IC സ്വിച്ച് ചെയ്യുന്ന ആ 320 വോൾട്ട് ഈ ചോപ്പറിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ ഡ്രെയിനിൽ വരുന്നത്, STRൻ്റെ ഡ്രെയിനിൽ വരുന്നത്. ആ വരുന്ന ചോപ്പറിലൂടെ കയറി ഇറങ്ങുന്ന ആ വൈൻഡിങ് കത്തിപ്പോയിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് റിപ്പയറിങ് ചെയ്ത് ഇത് വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ ഒരു ചോപ്പർ വൈൻഡ് ചെയ്യണം, ഈ ഒപ്റ്റോ കപ്ലർ, ഈ STR മൊഡ്യൂള്, ഈ റെസിസ്റ്റൻസ്, ഇതത്രയും മാറാൻ. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. ഈ കപ്പാസിറ്റർ, ഇതാണ് നമ്മുടെ മെയിൻ ഫിൽട്ടർ ക്യാപ്പ് കപ്പാസിറ്റർ. മെയിൻ ഫിൽട്ടർ ക്യാപ്പ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡാണ് ഇത്. ഈ നേരെ 6ാമത്തെ ലെഗിൽ വന്നിട്ട് 7ാമത്തെ ലെഗിൽ 8ാമത്തെ ലെഗിൽ കയറി ഇറങ്ങി നേരെ ഒരു കോയിൽ വഴി STRൻ്റെ ഈ ഒരു ഡ്രെയിനിലോട്ട് വരും. അത് നമുക്കൊന്ന് മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മൾട്ടിമീറ്റർ അതിന് വേണ്ടിയിട്ട് ബീപ്പ് മോഡിൽ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ബീപ്പ് മോഡിൽ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്തിട്ട് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡും ഇവിടെ ആയിട്ട് ചെക്ക് ചെയ്യണം. ഇത് ഓക്കെ. ഇവിടെ നിന്ന് ഈ സൈഡും ഓക്കെ. അപ്പോൾ ഈ പോസിറ്റീവ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡും ഡ്രെയിനും തമ്മിൽ ഓംസ് കാണിക്കണം. അതായത് 1 ohmസോ 1.5 ohms ആയിട്ടോ കാണിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ കോയിലിന് ചെക്ക് ചെയ്യുമ്പോൾ കോയിൽ ഓക്കെയാണ്, ചോപ്പറിൻ്റെ കോയിൽ ഓപ്പണിങ്ങുമാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കോപ്പർ റീവൈൻഡിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് അഴിച്ചെടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചോപ്പർ ഈ ബോർഡിൽ നിന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കണക്ഷനുകൾ എടുത്ത് നമുക്ക് ഈ ചോപ്പർ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഈ ട്രാൻസ്ഫോമർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ലൈന് കത്തിപ്പോയിട്ടുണ്ട്. ഈ ഒരു ലൈന് ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തുനിന്നുള്ള ഈ ഒരു ലൈന് ഷോർട്ടായി കത്തിപ്പോയിരിക്കുന്നത് കാണാം. നമുക്കിതൊന്ന് റീവൈൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യം ഈ ഫെറൈഡ് കോറിൻ്റെ ഈ കോറുണ്ട്, ഇത് ഫെറൈഡ് കോർ എന്ന് പറയും. ഈ കോറിൻ്റെ ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിക്കർ ആദ്യം ഇളക്കുക. അതുടനെ ഈ ഫെറൈഡ് കോർ ഇളകി വരത്തില്ല. ഇത് പശയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഈ കോറ്. അപ്പോൾ ഈ കോർ ഇളക്കുന്ന രീതി അതിന് നമ്മൾ ബ്ലോവർ മെഷീൻ ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം, നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിനകത്ത് ഇത് കുറച്ച് നേരം ഇട്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള വാക്സ് ചൂടായി വരും. ആ സമയത്ത് നമുക്കിത് ഇളക്കിയെടുക്കാം. അല്ലാതെ ഈ കോറ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ കോറ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കോറ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് പൊട്ടാത്ത കോറ് തന്നെ നമുക്കിതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് പൊട്ടാതെ വേണം ഈ കോറ് അഴിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബ്ലോവർ മെഷീനാണ്. ഞാനിപ്പോൾ എൻ്റെ ബ്ലോവർ മെഷീൻ ഒരു 270-300 ഡിഗ്രി ചൂടിൽ, ഞാനിപ്പോൾ ഒരു 270 ഡിഗ്രി ചൂട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മൊത്തത്തിൽ ചൂടാക്കണം. കോറ് മിനിമം ഒരു 2-3 മിനിറ്റ്സ് ചൂടാക്കണം. അപ്പോൾ കോറ് ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോറ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് ഒരു
പ്ലെയർ ഉപയോഗിച്ച് പുറകോട്ട് വലിക്കുക. നമ്മുടെ കോർ പതുക്കെ പതുക്കെ ഇളകി വരും. നല്ല ചൂടുണ്ട്, നല്ല ചൂടാണ്. ഇങ്ങനെ പതുക്കെ പതുക്കെ അനക്കി ആ കോറിനെ വെളിയിലോട്ട് എടുക്കുക. ഓക്കെ, നമ്മുടെ കോറ് പൊട്ടാതെ കറക്റ്റായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അതിൻ്റെ ചൂട് പോരെന്ന് തോന്നണ്. വാക്സ് കറക്റ്റായിട്ട് ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ കുറച്ചും കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോറ് പൊട്ടാതെ തന്നെ ആ ചൂടാക്കി ബ്ലോവർ മെഷീന് ചൂടാക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് 2 കോർ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു പീസ് പൊട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഇത് അഴിച്ച് എടുത്തതിന് ശേഷം പിന്നെ ഒട്ടിച്ച് വെച്ചാൽ മതി. സൂപ്പർ ഗ്ലൂ ഇട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് അഴിച്ചെടുക്കണം. ഇത് അഴിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഇളക്കുന്നത് അതിന് തിരിച്ച് അത് റീവൈൻഡിങ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഓപ്പോസിറ്റ്, ചുറ്റുന്നതിന് ഓപ്പോസിറ്റ്, ഇളക്കുന്നതിന് ഓപ്പോസിറ്റ് വേണം ചുറ്റാൻ. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഇളക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇങ്ങനെ ആയിരിക്കണം ചുറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ലെയർ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഈ കോർ മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മെയിൻ സപ്ലൈയുടെ സ്വിച്ചിങ് സെക്ഷനാണ്. ഫസ്റ്റ് നമ്മൾ STR IC എന്ന് വരുന്ന സ്വിച്ചിങ് സൈഡാണ്. അതായത് ഇതുവഴിയാണ് 320 വോൾട്ട് കയറി ഇറങ്ങി പോകുന്നതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വൈൻഡിങ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് സ്റ്റേജ് വൈൻഡിങ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ സെക്കൻഡ് സ്റ്റേജ് വൈൻഡിങ്ങിൽ യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് വൈൻഡിങ് ആണ് നമുക്കിതിനകത്ത് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ ഒരു പൊസിഷനാണ്. ഈ ഒരു വൈൻഡിങ്ങിൻ്റെ പൊസിഷനുകൾ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബോട്ടിൽ നിന്ന് ഇത്ര മുകളിൽ വന്നിട്ടാണ് നമുക്കിവിടെ ഈ വൈൻഡിങ് മൊത്തം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലും ഗ്യാപ്പുണ്ട്, താഴെയും ഗ്യാപ്പുണ്ട്. തിരിച്ച് വൈൻഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഈ പൊസിഷനിൽ തന്നെ ആയിരിക്കണം നമ്മൾ വൈൻഡിങ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതൊരു പേപ്പറിൽ വരച്ച് വയ്ക്കുക. സ്കെയിലെടുത്തിട്ട് എത്ര മുകളിൽ വന്നിട്ടാണ് നമുക്കിത്, ഇതിപ്പോൾ 6 mm, അതായത് താഴെന്ന് 6 mm മുകളിലോട്ട് വന്നിട്ടാണ് വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമുക്കൊരു 4 mm ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് റീവൈൻഡിങ് ചെയ്യുന്ന സമയത്തും ഈ ഒരു 6 mm 4 mm ഗ്യാപ്പ് ഇട്ട് ഈ സെൻറ്ററിൽ തന്നെ ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വൈൻഡിങ് എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്ന് കറങ്ങി നേരെ ഇവിടെ ഇങ്ങോട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആ രീതിക്ക് നമ്മളിത് വരച്ചെടുക്കുകയും വേണം. പിന്നെ ഇത് അഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ടാവും, ഇതിൻ്റെ സ്റ്റാർട്ട് എൻഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം അഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എൻഡ് പൊസിഷൻ, ഇത് സ്റ്റാർട്ട് പൊസിഷൻ. അങ്ങനെ വേണം നമ്മളിതിനകത്ത് രേഖപ്പെടുത്തി എഴുതി വയ്ക്കാൻ. കാര്യം ഇതിൻ്റെ ഓരോ വൈൻഡിങ്ങിലും ഓരോന്നും നമ്മൾ എഴുതി രേഖപ്പെടുത്തി കൃത്യമായിട്ട് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ച് റീവൈൻഡിങ് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ ഒരു വൈൻഡിങ്ങിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പോലും ഔട്ട്പുട്ട് വോൾട്ടേജിനെ അത് ബാധിക്കും. അപ്പോൾ അതെല്ലാം കറക്റ്റായിരിക്കണം. 30 ടേൺ ഉണ്ടെങ്കിൽ ആ 30 ടേൺസും നമ്മൾ കറക്റ്റായിട്ട് ചുറ്റിയിരിക്കണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റീവൈൻഡിങ് ചെയ്യുന്ന സമയത്ത് 29 ടേണിലാകുമ്പോഴത്തേക്കും ഇത് അഴിഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇത് മാറ്റിയിട്ട് പുതിയൊരു കമ്പി 30 പ്രാവശ്യം കറക്റ്റായിട്ട് നമ്മളിതിനകത്ത് വൈൻഡിങ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് അഴിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പുറമേയുള്ള ആദ്യത്തെ ലെയറിൻ്റെ ഫസ്റ്റ് ലെഗ് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് എൻഡ് പോയിൻ്റാണിത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇത് ഒന്നാമത്തെ, ഇനി ഇത് മൊത്തം എത്ര ചുറ്റുണ്ടെന്ന് ഇതാണ്, ഇതിപ്പോൾ ഒന്നായി. ഇനി ഇത് മൊത്തം ഇത് കണക്ക് അഴിച്ചെടുത്ത് ഇത് എത്ര ചുറ്റുണ്ടെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഇളക്കിയപ്പോഴത്തേക്കും എനിക്കിവിടെ 25 ടേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണക്ക് തന്നെ ഇതിനകത്ത് എത്ര ലെയേഴ്സ് വരുന്നുണ്ടോ അത് ഏതൊക്കെ, ഇപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഈ 2 പോയിൻ്റാണ് ഫസ്റ്റ്.
അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതേ കണക്ക് തന്നെ സെക്കൻഡ് ലെയർ ഇളക്കുക. സെക്കൻഡ് ലെയർ ഏത് ലെഗിലാണോ സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യണതൊന്നും ഇതേ കണക്ക് ഇളക്കി രേഖപ്പെടുത്തി വയ്ക്കുക. ഇത് മൊത്തവും ഇതേ കണക്ക് ഇളക്കി 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 രേഖപ്പെടുത്തി വയ്ക്കുക. എത്ര ചുറ്റുണ്ടെന്നും ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും എവിടെ നിന്നാണ് എവിടെ വന്ന് ഏത് പിന്നിൽ വന്നിട്ടാണ് എൻഡാകുന്നതെന്നും എഴുതി വയ്ക്കുക. അതിനുശേഷം ഇതേ കണക്ക് തന്നെ നമ്മൾ തിരിച്ച് വൈൻഡിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇനി ഇതേ കണക്ക് തന്നെ ഇതിൻ്റെ എല്ലാ കോയിലുകളും ഇളക്കി എടുത്തിട്ട് നമുക്ക് അവസാനത്തെ കോയിലിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം എന്താണ് പ്രശ്നമെന്ന്. അപ്പം ഞാനിത് മൊത്തം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ ലെയറുകളും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് അവസാനത്തെ ലെയറാണ്. ഇതിൽ മൊത്തം 7 ലെയറുണ്ട്. 7 ലെയർ വൈൻഡിങ്ങാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാനത് ഒരു നോട്ട് ബുക്കിൽ ഇതേ കണക്ക് എഴുതി വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് ആ ഒരു പിന്നിൻ്റെ കോൺഫിഗറേഷൻ നോക്കിയിട്ട് ഈ പിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഈ പിന്ന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി ഈ മൂന്നാമത്തെ പിന്നിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള വൈൻഡിങ് ആണ്. ഇത് പിന്നെ സ്വിച്ചിങ് സൈഡിലുള്ള വൈൻഡിങ്. അത് ആദ്യത്തേത് 25 ടേൺസ് ഉണ്ടാവും. പിന്നെ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ടോപ്പിൽ 6 പിന്നും ബോട്ടത്തിൽ 5 പിന്നുമാണ്. പക്ഷേ ഇതിൽ ഒരു പിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പിന്നിൽ ഇതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാവും. അത് ഈ ഒരു സ്വിച്ചിങ് സൈഡിൽ 2 വൈൻഡിങ്ങാണ് വരുന്നത്, സ്റ്റാർട്ടിങ്ങും എൻഡും. ഈ 7ാമത്തെയും 1ാമത്തെയാണ് സ്വിച്ചിങ് സൈഡിലോട്ട് വരുന്ന വൈൻഡിങ്. അപ്പോൾ അതിന് ഫസ്റ്റ് വൈൻഡിങ് 25 ടേണ്, സെക്കൻഡ് വൈൻഡിങ്ങും 25 ടേണ്, അങ്ങനെ 50 ടേണാണ് സ്വിച്ചിങ് സൈഡിലോട്ട് വരുന്നത്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ടേൺസുകളാണ്. രണ്ടാമത്തെ ഇളക്കിയപ്പോഴത്തേക്കും അതിനകത്ത് 7 ടേൺസ് ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തെ ഇളക്കിയപ്പോൾ അതായത് ഞാൻ 5, നാലാമത്തേന് 4 ടേൺസ്, അഞ്ചാമത്തേന് 9 ടേൺസ്, ആറാമത്തേനും 7 ടേൺസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ ഈ ഒരു ചോപ്പറിൻ്റെ ആ ഒരു ചോപ്പറിൻ്റെ നമ്പർ ആദ്യം എഴുതിയിട്ട് ഈ ഒരു ഡേറ്റ ഷീറ്റ് ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ ഇത് കത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് കണക്ക് റീവൈൻഡിങ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി അറിയേണ്ടത് ഇതിൻ്റെ കോപ്പറിൻ്റെ സൈസാണ്. അപ്പോൾ കോപ്പറിൻ്റെ സൈസ് അറിയാൻ നമുക്കിപ്പോൾ ഈ കോപ്പറൊന്നും വളരെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ കോപ്പർ ഇരിക്കുന്നത്, കത്തിപ്പോയിട്ടൊന്നുമില്ല. അതിപ്പോൾ നമുക്ക് ഈ പുതിയ കോപ്പർ ഇടേണ്ട ഈ കോപ്പറിട്ട് തന്നെ നമുക്കിത് റീവൈൻഡിങ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പ്രോബ്ലം വന്നിരിക്കണമെന്ന് പറയുന്നത് കണ്ട് ഇവിടെ നിന്ന്, അതായത് ഈ ഫസ്റ്റ് ഈ ഒരു ഒന്നാമത്തത് അതാണ് നമ്മളിനി റിട്ടേൺ തിരിച്ച് വൈൻഡ് ചെയ്യുന്ന സമയത്ത് 7 നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് 1, 2, 3, 4, 5 ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. നമ്മൾ റീവൈൻഡിങ് ഊരിന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. റീവൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഈ 7 എന്ന് പറയുന്നത് 1ാമത്തെ വൈൻഡിങ് ആവും. അതാണ് ഈ 1ാമത്തെ വൈൻഡിങ്. ഈ 1ാമത്തെ വൈൻഡിങ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സൈഡിൽ നിന്ന് ഇതാണ്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് കത്തിപ്പോയി. ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കത്തിപ്പോയി. അത് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആ കമ്പി കാണ്ട് ഈ ഒരു ചെറിയ ഇവിടെയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണാൻ ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള കമ്പികൾ ഉരുകി കത്തിപ്പോയി. അത്രയേ ഉള്ളൂ. ബാക്കി ഇതിനകത്ത് വലിയ ഡാമേജസ് ഒന്നും ഇല്ല. കോപ്പർ കമ്പി നല്ല ക്ലിയർ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാം. ഇതിനകത്ത് പുതിയ കോപ്പർ നമ്മൾ റീവൈൻഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റ ഷീറ്റ്. പലരും പല മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് എനിക്കിത് റീവൈൻഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പോൾ എങ്ങനെയാണോ ഞാനിത് അഴിച്ചെടുത്തത്, ഇത് ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് തിരിച്ച് ഇതേ കണക്ക് തന്നെ ഇത് ഞാൻ റീവൈൻഡിങ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മൊത്തം നമ്മൾ എങ്ങനെയാണോ അഴിച്ചെടുക്കുന്നത് അതേ കണക്ക് തന്നെയാണ് റീവൈൻഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇനി അതും കൂടെ ഞാൻ ഇവിടെ നിന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും.
അപ്പോൾ ഞാനിത് മൊത്തം ഇതേ കണക്ക് തിരിച്ച് ഈ കണക്ഷനെ പിടിച്ച് കൊടുത്തിട്ട് ഇത് തിരിച്ച് അതേ കണക്ക് റീവൈൻഡിങ് ചെയ്തെടുത്തിട്ട് വരാം. തിരിച്ച് അതേ കണക്ക് തന്നെ എല്ലാം കറക്റ്റായിട്ട് വൈൻഡിങ് ചെയ്ത് ഈ ഒരു ഡേറ്റ അനുസരിച്ചിട്ട് കറക്റ്റ് അതേ കണക്ക് തന്നെ എല്ലാം തിരിച്ച് അതേ കണക്ക് വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ വൈൻഡിങ് ഒന്ന് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ നമുക്ക് അതിനുവേണ്ടി ബസർ മോഡിലിടുക. ബസർ മോഡിലിട്ടിട്ട് ബസർ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നേരത്തെ നമുക്ക് ഈ സ്വിച്ചിങ് സൈഡിലുള്ള ഈ രണ്ട് ലെഗിൽ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ 6.0 ഓംസ് കാണിക്കുന്നുണ്ട് കറക്റ്റ് റീഡിങ്. ഇപ്പോൾ നമുക്കിവിടെ 10 ഓംസ് റീഡിങ് കാണിക്കുന്നുണ്ട്. കോറിൻ്റെ ഒരു ഇത് അനുസരിച്ചിട്ടാണ് അതിൽ ആ ഓംസ് റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഓക്കെ. ഈ ഒരു സെക്ഷൻ, അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സൈഡിലോട്ട് വരുന്ന കണക്ഷൻ ഐ പി എമ്മിന് പോകാനും പിന്നെ ഈ ഒരു STR മൊഡ്യൂൾ വർക്ക് ചെയ്യാനുള്ള സപ്ലൈ പോകുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ്. ഈ ഒരു സൈഡിലെന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റുള്ള റിലേ വർക്ക് ചെയ്യാനും പിന്നെ മുകളിലുള്ള ആ ഒരു പ്രോസസ്സർ, 2 പ്രോസസ്സർ ഉണ്ടാവും. അപ്പോൾ ആ പ്രോസസ്സറെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്ലൈ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ ആ നമ്പർ തിരിച്ച് അതേ കണക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. പഴയതിൽ ഉള്ള ആ സ്റ്റിക്കറിലുള്ള ആ നമ്പർ, പഴയ സ്റ്റിക്കറിലെ നമ്പർ ഇതാണ്. അപ്പോൾ ആ നമ്പർ ഞാൻ ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ഞാനിത് ഒട്ടിച്ചില്ല. കാര്യം നമ്മുടെ ഈ ഫെറൈഡ് മാഗ്നറ്റ് ഈ കോർ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയും മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് വൈൻഡ് ചെയ്തിരിക്കുന്നത് മാസ്കിൻ ടേപ്പിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു SM ട്രാൻസ്ഫോമർ ഞാൻ വൈൻഡ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്കിതിലൂടെ കാണിച്ചു തന്നത്. പലരും പല രീതിക്കാണ് ഈ SM ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തെടുക്കുന്നത്. അതിൽ അവരുടേതായിട്ടുള്ള ഒരു ടച്ചപ്പ് അതിനകത്തുണ്ടാവും. പക്ഷെ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ഈ ഒരു SM ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ബോർഡിലായിട്ട് വരുന്ന ഇനി വരുന്നത് ഈ ഒരു ബോർഡ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരും. കാര്യം ഇതിൻ്റെ വർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ടിട്ട് ഞാനിതൊരു അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കിത് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.